കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് ഈ വീഡിയോയിൽ കമന്റിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ പറഞ്ഞു. മൈക്കിൾ കണ്ടു വന്നിരിക്കുകയാണ്. 24 ഏപ്രിലാണ് റിലീസ് പറഞ്ഞിരുന്നത്. പക്ഷെ 23 ആയപ്പോഴത്തേനും 2-3 ഷോ പല പല സെന്റേഴ്സിലായിട്ട് ഓപ്പൺ ആയിട്ടുണ്ടായി. അപ്പൊ അങ്ങനെ ഒരു ഷോക്കാണ് ഞാൻ പോയത്. കംപ്ലീറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ഒരു തിയേറ്റർ ആയിരുന്നു. എനിക്ക് കിട്ടിയ അനുഭവം അതേപോലെ ആ തിയേറ്ററിൽ കിട്ടിയ എല്ലാവർക്കും കിട്ടിയ ഒരു അനുഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പീക്ക് സിനിമ ആൻഡ് പീക്ക് സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയും. പലരും നെഗറ്റീവ് പറയാൻ ചാൻസ് ഉള്ള ഒരു സ്ക്രിപ്റ്റ് ആണ് ഇപ്പോൾ ഈ മൈക്കിളിന്റെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഈ മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന ഒരു ഫിനോമിനെ പറ്റി നമ്മൾ കേൾക്കാൻ നേരത്തും നമ്മളെ എന്താ പറയാ നമ്മളെ അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയാൻ നേരത്തും നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഒരുപാട് കോൺസ്പിറസീസും ഒരുപാട് കോൺഫ്ലിക്ട്സും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്ന ഒരു ലൈഫാണ് മൈക്കിൾ ജാക്സന്റേതായിട്ടുള്ളത്. അപ്പോ അതിനെപ്പറ്റി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഈ ഒരു സിനിമയിൽ ഉണ്ടാവും. അല്ലെങ്കിൽ കുറെ കൂടെ ഡീപ്പറായിട്ട് എന്താ പറയാ കുറെ കൂടെ ലീഗലായിട്ടുള്ള രീതിയിലൊക്കെ പുള്ളി ഫൈറ്റ് ചെയ്ത കുറെ കാര്യങ്ങളൊക്കെ പറയുന്ന രീതിയിലുള്ള സിനിമയായിരിക്കും എന്നാണ് പലരും വിചാരിച്ചു പോകുന്നതും അല്ലെങ്കിൽ പോയേക്കാവുന്നതും. മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ലൈഫ് ആണെന്നുണ്ടെങ്കിൽ അത് ഒരു സിനിമയിലൊന്നും തീരില്ല. അപ്പോൾ ഒരു സിനിമ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റോറി മുഴുവനായില്ല എന്ന് പറയുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമ കവർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ഒരു 10 വയസ്സ് കാലഘട്ടം തൊട്ട് ഒരു ചൈൽഡ് സൂപ്പർ സ്റ്റാർ ആയിട്ട് വരുന്ന ഒരു കാലഘട്ടം തൊട്ട് പുള്ളിയുടെ ഒരു ഗ്രോത്ത് ആണ്. പുള്ളിയുടെ ഫാമിലിയുടെയും ഗ്രോത്ത് ആണ്. ജാക്സൺ 5 എന്ന് പറയുന്ന മൈക്കിൾ ജാക്സനും 4 ബ്രദേഴ്സും കൂടെ ചേർന്നിട്ടുള്ള ഈ 5 പേരടങ്ങുന്ന ഈ ഒരു ഗ്രൂപ്പ്, ഈ ഒരു ബാൻഡ് എങ്ങനെ പോപ്പുലറായി, അതിൽ നിന്ന് മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെ മുകളിലേക്ക് വന്നു, ഇതൊക്കെയാണ് പടത്തിൽ ആദ്യം തന്നെ ചർച്ച ചെയ്യുന്ന കാര്യം. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തീം എന്ന് പറയുന്നത് ഫാദർ സൺ കോൺഫ്ലിക്റ്റ് ആണ്. ഇതിൽ ജോസഫ് ജാക്സൺ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ഫാദർ ആയിട്ട് പ്ലേ ചെയ്തിരിക്കുന്ന ഒരാൾ കിഡിലൻ പെർഫോമൻസ് ആണ്. വളരെ സട്ടിലായിട്ടുള്ള, അതേപോലെ തന്നെ വളരെ ടോക്സിക് ആയിട്ടുള്ള രീതിയിലുള്ള പെർഫോമൻസ് ആണ്. അതുകൊണ്ട് തന്നെ പല സീൻസിലും ഇദ്ദേഹത്തോട് വളരെ അധികം വലിയൊരു വെറുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നാനുള്ള രീതിയിലാണ് ഈ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ ഷോ സ്റ്റീലറിനെ പറ്റി സംസാരിക്കാം. ജാഫർ ജാക്സൺ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ടെക്നിക്കാലിറ്റിയിലേക്ക് ഒന്നും പോകുന്നില്ല. എന്റെ മൈൻഡിൽ വന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ സിനിമ കഴിഞ്ഞിറങ്ങിയിട്ട് എന്റെ മനസ്സിൽ നിന്ന് മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന ഒരാളുടെ രൂപം മാഞ്ഞുപോയി. കാര്യമായിട്ട് പറയണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മൈൻഡിൽ ഇപ്പൊ മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന നേരത്തെ ജാഫർ ജാക്സന്റെ മുഖമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അത്ര അടിപൊളി പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സട്ടിലായിട്ടുള്ള പെർഫോമൻസും പിന്നെ ഇതിന്റെ സിനിമാറ്റോഗ്രാഫിയിൽ ഒരു സ്പെഷ്യൽ ടെക്നിക്ക് ഉണ്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഷോട്ട്സും ക്ലോസപ്പിലാണ് വെച്ചിരിക്കുന്നത്. ക്ലോസപ്പ് ഷോട്ട്സ് നോക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൈക്കിൾ ജാക്സന്റെ ഫേഷ്യൽ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ആ ഒരു റിസ്ക് പല ഫിലിം മേക്കേഴ്സും എടുക്കുന്നില്ല. പിന്നെ ഇതിനൊരു ആഡ് ഓൺ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്കിൾ ജാക്സന്റെ ഡയറക്റ്റ് നെഫ്യൂ ആണ് ജാഫർ ജാക്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ജനറ്റിക്കൽ കണക്ഷനും കൂടെ ഈ ഒരു ലുക്കിന് പിന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചില പോയിന്റിൽ ഒരു തുടങ്ങിയൊരു 10 മിനിറ്റ്സ് ഈ ഒരു അഡൽട്ട്ഹുഡ് ക്യാരക്ടറിലേക്ക് കയറി കഴിയാൻ നേരത്ത് നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന വേറൊരു ആക്ടറായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. റിയൽ മൈക്കിൾ ജാക്സൺ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ആ രീതിയിലാണ് ജാഫർ ജാക്സൺ എന്ന് പറയുന്ന ആള് പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ പെർഫോമൻസിന് വേണ്ടി മാത്രം നമുക്ക് ഈ ഒരു സിനിമ കാണാൻ പറ്റും. പിന്നെ നെഗറ്റീവായിട്ട് കുറച്ച് പേരെങ്കിലും പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലൈമാക്സ് കുറച്ചുകൂടി പെട്ടെന്ന് തീർന്നു പോയ പോലെ തോന്നി എന്നൊക്കെയാണ് പലരും പറയുന്നത്. പക്ഷെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിലിമിന്റെ മേക്കേഴ്സ് ഒരു 22 ഡേയ്സ് അതും $10-15 മില്യൺ മുടക്കിയിട്ടാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ് റീഷൂട്ട് ചെയ്തിരിക്കുന്നത്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലീഗൽ ക്ലെയിംസും കാര്യങ്ങളും ലീഗൽ പ്രോബ്ലംസും ഉള്ള ഒരു കരിയറാണ് മൈക്കിൾ ജാക്സന്റേത്. അപ്പൊ അത് തുറന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ലീഗൽ ഇഷ്യൂസും അതിന്റെ പുറകിലുണ്ട്. അപ്പൊ ഇവർ ഉദ്ദേശിച്ച ക്ലൈമാക്സിലേക്കല്ല ഇവർക്ക് എത്തിക്കാൻ പറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഒരു കോൺസേർട്ട് പോലുള്ള ഒരു വൈബ് സെറ്റ് ചെയ്തെടുത്തിട്ട് ആണ്, കൂടുതൽ ഞാൻ ഡീറ്റെയിൽ പറയുന്നില്ല, ആണ് ആ ക്ലൈമാക്സ് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട 2 കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ടും VFX. സൗണ്ട് എന്ന് പറയാൻ നേരത്ത് കൂടുതലൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ നേരത്ത് എന്തായാലും കുറച്ചൊരു ക്രൗഡ് ഉണ്ടാവില്ലേ. നമുക്ക് ആ ഒരു കോൺസേർട്ട് വൈബിൽ നിങ്ങൾ ആ ഒരു സീൻസ് കണ്ടുകൊണ്ടിരിക്കാൻ നേരത്ത് നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ സീറ്റിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ തിയേറ്ററിൽ ഇരിക്കുന്ന ആൾക്കാരാണോ ചിയർ ചെയ്യുന്നത് അല്ലെങ്കിൽ സിനിമയിലുള്ള ഒരു ചിയറാണോ നമ്മൾ കേൾക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആയി പോകും. ആ രീതിയിലുള്ള അത്ര ഒറിജിനാലിറ്റിയിലാണ് ഇവർ ഈ സൗണ്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ കോർ പ്ലോട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏർലി ഡേയ്സ് ഓഫ് മൈക്കിൾ ജാക്സൺ ആസ് എ ബോയ് അവിടുന്ന് മെച്യൂർ ആവുന്നു. അതേ സമയത്ത് തന്നെ ഉള്ള ഒരു ടോക്സിക് പാരന്റിങ്, അത് ഫാദറിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ടോക്സിക് പാരന്റിങ് കിട്ടുന്നു. അത് പിന്നീട് കണ്ടിന്യൂ ആവുന്നു. അദ്ദേഹം വളരുന്നതനുസരിച്ചും അദ്ദേഹത്തിന്റെ കരിയർ വളരുന്നതനുസരിച്ചും ഈ ഒരു ടോക്സിസിറ്റി കൂടി വരുന്നു. അതിനുശേഷം ഇതൊരു പോയിന്റിൽ മൈക്കിൾ ജാക്സൺ ആ ഒരു പോയിന്റിൽ ബ്രേക്ക് ആവുന്നു. ആ ബ്രേക്ക് ആവുന്ന എൻഡില് അദ്ദേഹത്തിന്റെ അതുവരെയുള്ള ഒരു പീക്കിലേക്ക് എത്തുന്നു.
അത്രേ ഉള്ളൂ ഈ ഒരു സിനിമ എന്ന് പറയുന്നത്, ഈ ഒരു മൈക്കിൾ എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്. ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കാണാൻ പറ്റും നമുക്ക്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ദിവസം എന്തിനു പറ്റി വെറുതെ പറഞ്ഞു പോകുന്ന ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊന്നും അല്ല. മൈക്കിൾ ജാക്സന്റെ ലൈഫിന്റെ ഒരു കോർ ആയിട്ടുള്ള ഒരു സീസൺ ആക്ച്വലി കവർ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് മൈക്കിൾ എന്ന് പറയുന്ന ഈ ഒരു സിനിമ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇനി ലാസ്റ്റ് ഒരു കാര്യം എഴുതി കാണിക്കുന്നുണ്ട്. അത് കാണിക്കാൻ നേരത്ത് ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കണ്ടിന്യൂറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നെക്സ്റ്റ് ഫർദർ പാർട്സ് ഇതിലേക്ക് ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സോ കൺസിഡറിങ് ദിസ് ഫിലിം ആസ് എ ഫസ്റ്റ് പാർട്ട് ഓഫ് മൈക്കിൾ ജാക്സൺസ് ലൈഫ്, അടിപൊളിയായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. മസ്റ്റ് വാച്ച് ആണ്. കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് ഈ വീഡിയോയിൽ കമന്റിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ പറഞ്ഞു.